നമസ്കാരം. നമ്മളിന്നുള്ളത് AVJ മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂവിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. മാരുതിയുടെ നിരവധി മോഡലുകൾ ഇന്നിവിടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും നമുക്ക് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല എങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ചെറിയ ബഡ്ജറ്റിലുള്ളതും പ്രീമിയം ബഡ്ജറ്റിലുള്ളതുമായ കുറച്ച് കാറുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് മിസ്റ്റർ ആകാശാണ്. വെൽക്കം. ഏതാണ് മോഡൽ വണ്ടി? 2017 മോഡല് ഡിസയർ AMG ആണ്. എന്ന് പറയുമ്പോൾ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം 5 വർഷമാണ്. ഓണർഷിപ്പ് എത്രാമത്തെ ഓണർ? സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും വണ്ടിയാണ്. ZX വേരിയന്റ് ആണ്, ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ ഡൗൺ പേയ്മെന്റ് നമുക്ക് എത്ര വേണ്ടി വരും? ഏകദേശം നമുക്കൊരു 80 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് നമുക്ക് കൊണ്ട് കയറുന്ന രീതി ചെയ്തു 2,500 രൂപയ്ക്കടുത്ത് നമുക്ക് ഏകദേശം വരുന്ന രീതിയാണ് വരുന്നത്. ബാങ്കുകളുടെ ആണ് നമുക്ക് കൂടുതലും ഫിനാൻസ് വരുന്നത്. പിന്നെ അലോയ് വീൽസ് വരുന്ന മോഡലാണ് അല്ലേ? പോക്കറ്റ് വണ്ടിയാണ്. 4 ഡോർ പവറിന്റെ ഒരു അലോയ് വരുന്നുണ്ട്. 2017 മോഡൽ ഡിസയർ AMG 80,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 5,85,000 രൂപയാണ്. ഇത് സ്വിഫ്റ്റ് 2018 മോഡൽ ZX വേരിയന്റ് ആണ്, ടോപ്പിന്റെ വേരിയന്റ് ആണ്. AMG ആണ്, ഓട്ടോമാറ്റിക് വണ്ടി. ഏകദേശം 55-നടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുള്ള ടൈപ്പ് വണ്ടിയല്ല. പറയുന്ന പോലെ പെയിന്റ് കാര്യങ്ങൾ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഫുള്ളി കണ്ടീഷനാണ്. ഫുള്ളി കണ്ടീഷൻ. ഒരു ആവറേജ് ലെവലിൽ ലേഡീസിന് ഇപ്പോഴത്തെ ചെറിയ പയ്യന്മാർക്കൊക്കെ പറ്റിയ കളറുമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള അതിമനോഹരമായ ബ്ലാക്ക് ഇൻറ്റീരിയറോട് കൂടിയ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 6,30,000 രൂപയാണ്. 2018 മോഡൽ പ്രസ്ത ഡീസൽ VDI ഓപ്ഷനാണ്. VDI. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം 8.5 റേഞ്ച് കിടക്കുന്ന വണ്ടിയാണ്. ഇതിന് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. 6 മാസത്തെ വാറണ്ടി, 3 ഫുൾ സർവീസ് എല്ലാം കൊടുക്കുന്നത്. ബ്ലാക്ക് ഇന്റീരിയർ ആണോ അതോ രണ്ടാമത് ചെയ്തേക്കുന്നതാണോ സീറ്റ് കവർ? ഇതിന്റെ ഓഡിയോ സിസ്റ്റം ഒക്കെ ടച്ച് സ്ക്രീൻ ആണോ അതോ? അല്ലല്ല, നോർമൽ കമ്പനി ഇതിന്റെ വരുന്നത് തന്നെ. ഇതിന്റെ DI പ്ലസ് തൊട്ട് വരുന്ന വേരിയന്റിനാണ് നമുക്ക് ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് നോർമലാണ് വരുന്നത്. ഇത് വരുമ്പോൾ 2022 മോഡൽ X6 സീറ്റ വേരിയന്റ് ആണ്. മിഡ് വേരിയന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഏകദേശം 2,000 സംതിങ് കിലോമീറ്റർ ഓടി. ടച്ച് സ്ക്രീനും ഒക്കെ ഉള്ള മോഡലല്ല. ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആഡ് ചെയ്തിരിക്കുന്നതാണ്. കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 ലിറ്റർ ആണ് വരുന്നത്. 1500 cc ആണ്. മൈലേജ് ഏകദേശം എന്തോ കിട്ടുമായിരിക്കും? മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 15 to 17 മൈലേജ് വരുന്നത്. പിന്നെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഓണർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഓണർഷിപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി 2,000 കിലോമീറ്റർ കവർ ചെയ്തു. അത്യാവശ്യം ബോഡി ക്വാളിറ്റി എല്ലാം ഉള്ള നല്ല സ്ക്രാച്ചസോ ഒന്നും ഇല്ലാത്ത നല്ലൊരു നീറ്റ് വണ്ടിയാണ്. കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ജെന്യുവൻ വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ടയർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം. അലോയ് വീൽസും ഉണ്ടല്ലോ. അലോയ് വീൽസ് ഉള്ള വണ്ടിയാണ്. 6 സീറ്റർ ആണ്. സെന്റർ വരുന്ന ക്യാപ്റ്റൻ സീറ്റ് ആണ്. സെക്കൻഡ് റോയിൽ ഹാൻഡ് റെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സെപ്പറേറ്റഡ് ആണ്. സീറ്റ് കവർ ഒക്കെ ഒറിജിനൽ കമ്പനി സീറ്റ് തന്നെ തോന്നുന്നു അല്ലേ? 2022 XL6 സീറ്റ വേരിയന്റ് വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 11,75,000 രൂപയാണ്. അപ്പോൾ ഇത് പുതിയ മോഡല് സെലേറിയോ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് അവിടെ കണ്ടതിന്റെ നേരെ ന്യൂ ഷേപ്പ്. അപ്പോൾ ഇതേതാ മോഡല്? ഇത് പുതിയ ഷേപ്പ് 2022 മോഡൽ. 36,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം 5.25 റേഞ്ച് വരും. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്. AMG വരും. സംഭവം എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഓഡിയോ സിസ്റ്റം ഒക്കെ ഇതിന്റെ അത് വരുന്നത് മാനുവൽ ഇതാണ് വരുന്നത്. ടച്ച് വരുന്നില്ല. ഇതിന്റെ ഇത് വരുമ്പോഴത്തേക്ക് തൊട്ടടുത്ത മോഡലിലേക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. വരുന്നില്ല. ബോഡി ക്വാളിറ്റി എല്ലാം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പക്കായിട്ടുള്ള വണ്ടിയാണ്. അലോ വീൽസ് ഒന്നും വരുന്നില്ലല്ലോ അല്ലോ? നോർമൽ വീൽസ് അല്ലേ? സ്റ്റീൽ വീൽസ് വരും. ഇത് 1.2 ആണോ 1 ലിറ്റർ ആണോ? 1 ലിറ്റർ 1000 cc.
2021 മോഡൽ സ്വിഫ്റ്റ് VXI മിഡ് റേഞ്ച് കിടക്കുന്ന വണ്ടിയാണ്. മാനുവൽ ഗിയർ ആണ് വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടിക്ക് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ക്ലെയിം കളർ നിൽക്കുന്ന പറഞ്ഞാൽ ഇപ്പം ഇവിടെ കിടന്ന് ഈ റോഡ് സൈഡ് ആയതുകൊണ്ടുള്ള കൊടുക്കുമ്പോൾ ഇതെല്ലാം പോളിഷ് ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് കളറെല്ലാം ഒന്നുകൂടെ ബ്രൈറ്റ് ആയി വണ്ടി ഇപ്പൊ ഡള്ളായിട്ട് കിടക്കുന്ന ആ ഒരു ഇത് മാറി വണ്ടി ഒന്നുകൂടെ ഷൈനിങ് ആവും. ആ കളറിന് അങ്ങനൊരു ഇതുള്ളതാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരത്തില്ല. ടയറൊക്കെ ഒരു ആവറേജ് ആണെന്ന് തോന്നുന്നു. ടയർ ആവറേജ് ഗ്രേഡിൽ കിടക്കുന്ന ടയറാണ്. പിന്നെ അലോയ് വരത്തില്ല. വീൽ കപ്പാണ്. ZX തൊട്ട് മുകളിലോട്ട് റേഞ്ചിലൊക്കെയാണ് നമുക്ക് വേരിയന്റ് മാറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഏജൻസി വാറണ്ടി തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 year വാറണ്ടി വരും. 1 year വാറണ്ടിയും 3 ഫ്രീ സർവീസും അവൈലബിൾ ആണ്. വണ്ടി വരുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് ഏത് ഡീലർഷിപ്പിന്റെ കീഴിൽ പോയാലും ഇപ്പൊ നമ്മൾ ലോങ്ങിൽ നിന്ന് എടുക്കുന്നവരൊക്കെ നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ചെയ്യുന്നത് കിട്ടുമ്പോൾ മാരുതിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏത് ഷോറൂമിൽ ചെന്നാലും നമുക്ക് ഡീലർഷിപ്പിൽ ചെന്നാലും നമുക്ക് വാറണ്ടി ചെയ്തെടുക്കാൻ പറ്റും, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. 2021 സ്വിഫ്റ്റ് VXI പ്രതീക്ഷിക്കുന്ന വില 6,30,000. അടുത്തായിട്ട് മൈക്രോ SUV എന്ന് വിളിക്കാവുന്ന ചെറിയ ഫാമിലിക്ക് പറ്റിയ ചെറിയൊരു കാർ. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഒരു മിനി XUV 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. എക്സ്പ്രസ് വരുമ്പോഴത്തേക്ക് ഏകദേശം 32,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. മാനുവൽ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 5.5 വരും. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നെഗോഷ്യബിൾ മീൻസ് നമുക്ക് അങ്ങനെ ഓഫർ ആയിട്ട് ഇതല്ല. ഒരു വരുന്ന കസ്റ്റമറുമായിട്ട് നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവരോട് ഓക്കെ ആക്കി നമ്മൾ. ഇതൊരു ഫാമിലി ബഡ്ജറ്റ് കാർ ആണല്ലോ. അപ്പൊ ഇതിന് ഏകദേശം ഒരു എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഇതിനൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 50 രൂപ ഡൗൺ അടച്ചാലും നമുക്ക് IDV വാല്യൂ അനുസരിച്ച് 50 അടച്ചാലും അതിൽ വാല്യൂ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം എന്നാലും നമ്മൾ പറയാം ഒരു 50 രൂപ അടച്ചാൽ ബാലൻസ് എമൗണ്ട് നമുക്ക് ഫിനാൻസ് ചെയ്യും. അത് റേഞ്ചിലാണ്. അപ്പൊ ഒരു മന്ത്ലി ഏകദേശം ഒരു എത്ര അടവ് വരുമായിരിക്കും ഒരു ഉദ്ദേശമാണ്? ഒരു 2 lakh എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു 5,000 രൂപ അടവ് റീഫിനാൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു റേഞ്ചിൽ, അതായത് പെർ ലാക്കിന് 2,500 രൂപ വെച്ച് അടവ്. നമുക്കിവിടെ ലോൺ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ഇൻഡ്, ചോള, കോട്ടക്, ശ്രീറാം, മുത്തൂറ്റ് അങ്ങനെ വരുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് നമുക്ക് ഉള്ളിൽ ചെയ്യുന്നത്. ഇപ്പം ഫെഡറൽ ബാങ്ക് കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം അവർ വന്ന് നമുക്ക് 2-3 ലക്ഷങ്ങൾ അവരെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കി എല്ലാവരും ഫ്ലാറ്റ് റേറ്റ് ചെയ്യുമ്പം ഫെഡറൽ ബാങ്ക് ആകുമ്പോഴത്തേക്ക് ഡിമിനിഷൻ റേറ്റ് ചെയ്തു തരുന്നു. ഇച്ചിരി കൂടെ ഈ എമൗണ്ടിന്റെ ഇത് കുറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവര് ഡയറക്റ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു എത്ര മൈലേജ് കിട്ടുന്നുണ്ടാവും മാനുവൽ ആയതുകൊണ്ട്? മാനുവൽ നമുക്കൊരു 18 to 20 ഇതിനിടയ്ക്ക് നമുക്ക് കിട്ടും. പ്രോപ്പർ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ പക്കയായിട്ടാണ് പോകുന്നതെങ്കിൽ ഈ റേഞ്ചിലൊക്കെ മൈലേജും കാര്യങ്ങളൊക്കെ. പിന്നെ ഹൈവേസിലാണെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ മൈലേജ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ബെലനയാണ്. 2022 11-ാം മാസം വണ്ടിയാണ്. ഏകദേശം 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടിക്ക് ഈ പറയുന്ന പോലെ തന്നെ സെയിം ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ള വണ്ടിയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 8,400. ഈ പ്രൈസുകളൊക്കെ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നമുക്ക് ഫുള്ളായിട്ടല്ലേ വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1 year വാറണ്ടി, 3 ഫ്രീ സർവീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് വണ്ടികൾ ഇറക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ മാരുതി വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഏകദേശം വണ്ടിയുടെ ബ്രേക്ക് പാട്, എഞ്ചിനുകൾ ഇറക്കിയിട്ട് അങ്ങനെ വരുന്നൊരു പീരിയഡിക് സർവീസ് നമ്മൾ ഫസ്റ്റ് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്താണ് നമ്മൾ ഏത് വണ്ടിയാണ് ഇറക്കി കൊടുക്കുന്നത്. വണ്ടിക്ക് എന്തെങ്കിലും റണ്ണിങ്ങിന് ഇഷ്യൂ കാര്യങ്ങളോ ഉള്ളതാണെങ്കിൽ നമ്മളതെല്ലാം പരിഹരിച്ച് കണ്ടീഷൻ ആക്കിയാണ് വണ്ടി ഇറക്കി കൊടുക്കുന്നത്. വണ്ടി ലോ കിലോമീറ്റർ ഓടി. ഹലോ വീൽസ് ഒക്കെ ഉള്ള ടോപ്പ് മോഡൽ അല്ലേ? എന്ന് പറയുമ്പോഴത്തേക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ലൈവ് വരുന്നുണ്ട്, പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അങ്ങനെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്ന ഫുള്ളി ഇതായിട്ടുള്ള വണ്ടിയാണ്. ഇതെന്ന് പറയുമ്പോൾ 2022 മോഡൽ വാഗനർ 1.2 ആണ്. ഇത് വരുമ്പോഴത്തേക്ക് 39,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം 6 രൂപ ബഡ്ജറ്റ് കിടക്കുന്ന സീറ്റ് കവറും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഫുള്ളി അകത്ത് ഫുൾ ഇന്ത്യയിലും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 31 ആണ്. അപ്പം മാവേലിക്കര രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഈ വണ്ടിയുടെ അവൈലബിൾ ആണ്. സർവീസ് ഹിസ്റ്ററി എല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടാണ് വണ്ടി ഇറക്കി കൊടുക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വണ്ടി ഇഷ്ടപ്പെടുന്ന ബുക്കിങ്ങിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കാണിച്ച്
അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മുന്നോട്ട് പോകാറ്. എല്ലാ ജില്ലക്കാർക്കും നമ്മൾ ലോണിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടോ? എവിടെ നിന്നാണ് നമ്മളിപ്പോൾ കോഴിക്കോട് വരെ ഉള്ളവർക്കും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാലും നമുക്ക് കസ്റ്റമർ വണ്ടി എടുത്തിട്ടുണ്ട്, ഫ്രോൺസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അവർക്ക് അവരും ഫിനാൻസ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി അവർക്കും അവിടുന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതി. സിവിൽ സ്കോർ കുറച്ച് കുറവുള്ളവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ മാക്സിമം എല്ലാവരും പറയുന്ന ഒരു 14 തൊട്ടുള്ള വണ്ടികളെ ചെയ്തോളെന്നാ പറയുന്നത്. ഒരു 12 വരെയൊക്കെ ഉള്ള വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചും ഒക്കെ ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തായിട്ട് ഡിസൈർ ആണല്ലേ ഇപ്പൊ ഇറങ്ങുന്ന മോഡലിൽ തൊട്ട് മുമ്പത്തെ മോഡലല്ലേ ഇത്? എന്ന് പറയുമ്പോൾ 2019 മോഡൽ ഡിസൈർ LXi 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി. ഒരു 190 റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഇതിന് അലോയ് വീൽസ് ഒന്നും ഇല്ല അല്ലേ? ബേസ് വേരിയന്റ് അല്ലേ? ടയറൊക്കെ ഒരു ആവറേജ് ആണ് അല്ലേ? ലെവലിലുള്ള ടയർ കാര്യങ്ങളെല്ലാം ആണ് വരുന്നത്. ആവറേജ് മീഡിയം ലെവലിലുണ്ട് ടയർ കാര്യങ്ങളെല്ലാം. മറ്റേ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ചെറിയ ബമ്പർ അങ്ങനെയുള്ള ചെറിയ സ്ക്രാച്ചസ് ഓക്കെ സ്ക്രാച്ച് കാര്യങ്ങള് ആയിട്ടുള്ള റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. വണ്ടി കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതെന്ന് പറയുമ്പോൾ 2021 മോഡൽ സിയാസ് ഏകദേശം 45-നടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ ഏകദേശം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 8.5 റേഞ്ചിൽ കിടക്കുന്ന വണ്ടിയാണ്. വണ്ടി പറയുന്നത് തന്നെ വാറണ്ടി പീരീഡ് ഉള്ള വണ്ടിയാണ്. നമുക്ക് 1 ഇയർ വാറണ്ടി, ഫ്രീ സർവീസ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ടോ? എല്ലാ സീറ്റ് കവർ കാര്യങ്ങളും ഇന്റീരിയലെല്ലാം പക്കയായിട്ടുള്ള ബേജ് കളറുള്ള വണ്ടിയാണ്. കമ്പനി സീറ്റാണോ അതല്ലോ? എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുള്ളൂ. ഇത് കളറ് നെബുല ബ്ലൂ. ഇതിന് അലോയ് വീൽസ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ടോപ്പിന്റെ വേരിയന്റ് ആൽഫ വേരിയന്റ് 2019 മോഡൽ സിയാസ് ആൽഫ വേരിയന്റ് ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 48-നടുത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി 6 മാസം വാറണ്ടി, 1 ഫ്രീ സർവീസ് കാര്യങ്ങൾ വാറണ്ടി പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന വണ്ടിയാണ്. പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി, നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ആസ്കിംഗ് പ്രൈസ് ഇത് വരുമ്പോഴത്തേക്ക് 8 lakhs. AVJ എന്ന് പറയുന്നത് മാരുതിയുടെ ഒരു ഡീലർ ആണല്ലോ. അപ്പൊ അതർ ബ്രാൻഡ്സിന്റെ ഒക്കെ സർവീസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? വണ്ടിക്ക് എക്സ്ചേഞ്ച് ആയിട്ട് വരുന്ന വണ്ടികളുടെ എല്ലാം പുതിയ വണ്ടി ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ ഒരു ഗ്രാൻഡ് സാർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. സാറിന്റെ കയ്യിലിരിക്കുന്ന ടാറ്റയുടെയോ ഹുണ്ടായുടെയോ ഇതിന്റെ വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മാരുതിയുടെ തന്നെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് എക്സ്ചേഞ്ചിന് റേറ്റ് പറഞ്ഞ് നമ്മൾ ഇതുമായിട്ട് എടുക്കുകയും അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് സാറിന് ഒരു എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് വേറെ ആടാനായിട്ട് അങ്ങനെ എടുക്കുന്ന വണ്ടികളാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ടും വണ്ടി നോക്കുന്നുണ്ട്. അത് ഇത്ര ശതമാനത്തോളം വണ്ടികൾ നമ്മൾ അതായത് മോഡലുള്ള വണ്ടികളും ലോ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടികളും കാര്യങ്ങളും നമ്മൾ എടുത്താണ് ചെയ്യുന്നത്. ഇതിലിപ്പം ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, ഓവർ കിലോമീറ്റർ അങ്ങനെ വരുന്ന വണ്ടികളെല്ലാം ഡീലർക്ക് നമ്മൾ വെളിയിൽ കൊടുക്കാറാണ്. ഡീലർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് നമ്മൾ വെളിയിൽ കൊടുക്കുകയാണ്. കസ്റ്റമർ സൈഡിൽ പോകുന്ന വണ്ടികൾ മാക്സിമം നമുക്കിപ്പം 80,000 കിലോമീറ്റർ താഴോട്ടുള്ളത്, പിന്നെ ഓവർ ആക്സിഡന്റ് ഹിസ്റ്ററി, ഓവർ ക്ലെയിം ചെയ്യാത്തതായിട്ട് അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനായിട്ടുള്ള വണ്ടികളാണ് നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇറക്കി കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം തീർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ഇതിൻ്റെ കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ വണ്ടി കസ്റ്റമർ സർവീസ് കൊടുക്കുന്നത്. ശരി, അതുകൊണ്ട് ഇതിന് നമ്മൾ കാര്യങ്ങളെല്ലാം തീർത്ത് കണ്ടീഷൻ ആക്കി കൊടുക്കും. ഇന്റീരിയറിലൊക്കെ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇന്റീരിയർ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നു. വണ്ടി ഫുള്ള് ഇത് ചെയ്യുന്ന വാഷിങ്ങും പോളിഷിങ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇന്റീരിയർ ക്ലീനിങ് കാര്യങ്ങളോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നീറ്റാക്കി എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഓക്കെ ആക്കിയാണ് നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അത് ഓട്ടോ കേറ്റർ 1000 cc സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 2018 മോഡല് ഓൾട്ടോ ഈ കേട്ടൺ വരുമ്പോഴത്തേക്ക് ഏകദേശം 365 ആ റേഞ്ചിൽ മാനുവൽ ഗിയർ അല്ലേ? മാനുവൽ ഗിയർ ആണ്. ഏകദേശം 38-നടുത്ത് ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മോഡിഫിക്കേഷൻ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സും ഒക്കെ കൂടെ വന്നിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയറിലും സീറ്റ് കവറും ഒക്കെ ചെയ്തിട്ടുണ്ടോ? എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുന്ന? 35 ഓടി. വണ്ടി ഓണർഷിപ്പ് വരുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഇന്റീരിയറിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അകത്ത് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ബോഡി ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പോളിഷ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണോ അതോ കസ്റ്റമറുടെ കണ്ടീഷനാണ് വണ്ടി കിടക്കുന്നത്? നമ്മളിവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഡീൽ ആയതിനു ശേഷമേ പോളിഷ് വണ്ടിക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കും. എല്ലാ വണ്ടികൾക്കും ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. എല്ലാ വണ്ടിക്കും നമ്മൾ അവൈലബിൾ ആണ്. അതിന്റെ കൂടെ നമ്മൾ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് ചില വണ്ടികൾക്ക് ചിലപ്പോൾ ബോണറ്റോ അല്ലെ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീപ്ലേസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കസ്റ്റമറെ കാണിച്ച് ഓക്കെ അതിന് ശേഷം മാത്രമാണ് നമുക്ക് കസ്റ്റമർ ഡെലിവറി പോകത്തുള്ളൂ. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ പോലും നമ്മൾ ആ കസ്റ്റമറെ കാണിച്ച് അവർക്ക് ഓക്കെ അതിന് ശേഷം മാത്രമാണ് നമ്മൾ ടച്ചിങ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ പോലും ചെയ്യത്തുള്ളൂ. അതിപ്പം ബുക്കിംഗ് ആയി അത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ശേഷം മാത്രമേ നമ്മൾ അതിന് ചെയ്യത്തുള്ളൂ. അല്ലെ കസ്റ്റമറെ കയ്യിൽ നിന്ന് അവിടുന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരുന്ന പരിപാടിയില്ല.
എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ കസ്റ്റമറെ കാണിച്ച് എടുക്കാൻ പറ്റുന്ന ആളെ കാണിച്ച് ഓക്കെ വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ വർക്കും കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. നമ്മൾ 2012 മോഡലോട്ടാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം 27,000 കിലോമീറ്റർ ഇപ്പോഴും വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ കിടക്കുന്നതാണ്. ചിലർക്ക് നല്ല കളറും വലിയ കുഴപ്പമില്ലാത്ത കളറാണ്. കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവർ വലിയ റഫ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫാമിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. ജസ്റ്റ് പള്ളിയിൽ പോകാനും കാര്യങ്ങൾക്കും ഒക്കെ അത്യാവശ്യങ്ങൾക്ക് ഓടാനായിട്ടുള്ളൊരു വണ്ടി എന്നുള്ള രീതി മാത്രമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇത് ഏകദേശം 2 ലാഖിനകത്ത് വരുന്ന വണ്ടിയാണ്. സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ടാവും. ഫാമിലി ആയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. മറ്റു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഇല്ലേ? ചെറിയ ഗ്ലാസ് ഇതായിട്ടുണ്ട്. അല്ല ഗ്ലാസ് അല്ല, ഈ സൈഡ് മിറർ മാത്രം. അത് നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്ത് ചെയ്യും. വണ്ടിക്ക് മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വരുമ്പോഴത്തേക്ക് 1000 cc കേറ്റൻ എഞ്ചിൻ തന്നെ. ആ സെയിം കേട്ടുണ്ട്. 2018 മോഡൽ ബെലേനോ ഡെൽറ്റ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. കണ്ടീഷൻ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. സ്ക്രാച്ചോ കാര്യങ്ങളോ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇന്ത്യയിലും കാര്യങ്ങളോ എല്ലാം ചെറിയൊരു സ്ക്രാച്ച് പോലെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. ബാക്കി ആ ഫ്രണ്ട് വരുന്ന ഒരു ചെറിയ ഒരു ഇതിന്റെ മാത്രമേ ഉള്ളൂ. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ്. 2018 മോഡൽ ബെലേനോ ഡെൽറ്റ പ്രതീക്ഷിക്കുന്ന വില 6 ലക്ഷം. പഴയ മോഡൽ സെലേറിയ. ഇതേതാ മോഡൽ? 2017 മോഡൽ സെലേറിയാണ്. 2017 ലോൺ കിട്ടുമോ? 17 ലോൺ അവൈലബിൾ. 12 തൊട്ട് നമുക്ക് ലോൺ ചെയ്യുന്നുണ്ട്. 12 തൊട്ട് മേലോട്ട് നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ZXi വേരിയന്റ് സെലറി. എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടോ? സീറ്റ് കവർ ചെയ്തിട്ടുണ്ടോ? സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകത്ത് ആക്സസറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് റെയിൻ ഗാർഡ് കാര്യങ്ങൾ, സീറ്റ് കവർ, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒരു മൈന്യൂട്ട് സ്ക്രാച്ച് ഇവിടെ കാണുന്നുണ്ട്. അതെല്ലാം ക്ലിയർ ഇറങ്ങാനെടുത്ത് പോളിഷ് ചെയ്ത് പോളിഷിങ് പോകുന്നില്ല. ഇപ്പൊ പെയിന്റ് കട്ട് ആയിട്ടില്ല. ചെറിയ സ്ക്രാച്ച് പോലെ നടക്കുന്നതേ ഉള്ളൂ. അതെല്ലാം നമ്മൾ പോളിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ളി നീറ്റാക്കി വണ്ടി ഇറക്കി കൊടുക്കും. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. 2017 AMT സെലേറിയോ പ്രതീക്ഷിക്കുന്ന വില 4,50,000 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് AVJ ട്രൂ വാല്യൂ ഷോറൂമിലെ പുതിയ വാഹനങ്ങളുടെ സ്റ്റോക്കുകളുടെ എല്ലാം വിശേഷങ്ങൾ. ഏകദേശം എല്ലാം കവർ ചെയ്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വാഹനങ്ങൾ വാങ്ങുന്നതിനും ലോൺ സംബന്ധമായ സംശയങ്ങൾക്കും എല്ലാം മിസ്റ്റർ ആകാശിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആകാശിൻ്റെയും ഓഫീസിൻ്റെയും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ചും മറക്കരുത്. നമ്മൾ ഒരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ വളരെ സബ്സ്ക്രൈബ്സ് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സഹകരണം എല്ലാ മേഖലയിലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.